ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാ വീട്ടമ്മമാർക്ക് വീട്ടിൽ എപ്പോഴും വെക്കാൻ പറ്റുന്നതാട്ടോ. കാരണം വലിയ ആഡംബരമൊന്നുമില്ല, നോർമലി വെക്കുന്നതാട്ടോ. വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഇട്ടിട്ട് മിക്സറാക്കി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം കൂടെ ഒപ്പായിട്ട് ഇടാറുള്ളത്, മാറ്റി ഇടാറൊന്നുമില്ല. ഫുള്ള് എല്ലാം കൂടെ ഒപ്പിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത് എപ്പോഴും. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മൺചട്ടിയിലാണല്ലോ വെക്കുന്നത്. മൺചട്ടി വെക്കുമ്പോൾ തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ പാകമായി വരുന്നുണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. നല്ല കുക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അടച്ച് വെച്ചു. അപ്പോൾ അത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ വെവ്വേറെ ഇടണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാ നോർമലി വീട്ടിൽ വെക്കുന്നതാണ്. നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ഇടണമെന്നില്ല. എല്ലാം കൂടെ ഒപ്പിട്ടാൽ തന്നെ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതാക്കുന്ന ഏകദേശമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഇളക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇളക്കാഞ്ഞിട്ട് ഇതേപോലെ അടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അതാക്കണം ഞാൻ മസാലപ്പൊടിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മസാലപ്പൊടി ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ മല്ലിപ്പൊടി ഞാൻ അത്യാവശ്യം ഇടാറുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇടാറുണ്ട്. കാരണം മല്ലിപ്പൊടി നമ്മൾ ബീഫിലേക്കോ ചിക്കനിലേക്കോ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മസാല ഗ്രേവി നല്ലോണം കിട്ടും കേട്ടോ. ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി ഞാൻ അത്യാവശ്യം ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഇനി അത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാക്കണം അടച്ച് വെച്ച് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം മസാലപ്പൊടി കിട്ടിയ കാരണത്താൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാണ്. ചിക്കൻ ആഡ് ചെയ്തു. ഇനി അത് നന്നായിട്ട് മിക്സ്ഡ് ആക്കണം കേട്ടോ. മസാലപ്പൊടിയിലേക്ക് നല്ലോണം ചിക്കൻ മിക്സ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കറിവേപ്പില, അതുപോലെ ചിലർ മല്ലിയില, അങ്ങനെയൊക്കെ പുതിനയില അതൊക്കെ ഇടുമല്ലോ. ഞാൻ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം കറിവേപ്പില ഇടാറുണ്ട്, പക്ഷേ കറിവേപ്പില ഇപ്പം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല. എന്നാലും ടേസ്റ്റ് ആട്ടോ ഗേസ്. കാരണം നമ്മൾ സാധാ വീട്ടിൽ നോർമലി വെക്കുന്നതല്ലേ, വലിയ പുറത്തുള്ളവർക്ക് കൊടുക്കാനല്ല, നമ്മൾ വീട്ടിലുള്ളവർ കഴിക്കാനല്ലേ. അപ്പോൾ നോർമലി നമ്മൾ വെക്കുമ്പോൾ ആഡംബരമൊന്നും നമ്മൾ കാണിക്കാറില്ലല്ലോ. നമ്മളെ വീട്ടിലെന്താണല്ലോ അത് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇനി കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഓവർ വേണ്ട. കാരണം നമ്മൾ ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോൾ വെള്ളം ഓവർ ഒഴിക്കാൻ പാടില്ല. നോർമലി അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ബീഫിനാലും ചിക്കനാലും വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം ഓവറായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. എന്നാലും വെള്ളം തീരെ ഇല്ലാണ്ടിരിക്കാനും പറ്റില്ല. കാരണം അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് കറീൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. ഒരു കരിഞ്ഞെടുത്ത് വരും. അപ്പോൾ ഇനി ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പ് തുറന്ന് നോക്കിയിട്ട് തിളച്ചപ്പോൾ ഞാൻ ഒന്നുകൂടി ഇളക്കി കൊടുക്കട്ടെ. കാരണം താഴത്ത് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ വേവിക്കാം കേട്ടോ. അത് കാരണം നമ്മുടെ ഇവിടെ മക്കളോ കഴിക്കാനുള്ളത് കൊണ്ട് വെന്തിട്ടില്ല. അതിൻ്റെ മക്കൾക്ക് വയറുവേദന കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ നല്ലോണം വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ ഞാൻ വേവിക്കുന്നുണ്ട്. ഒന്നുകൂടെ തിളപ്പിക്കാം കേട്ടോ. അത് ഇനി ഇത് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ഞാൻ അത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ അത് ഉപയോഗിക്കാറ് കറി. കാരണം ഞാൻ ബീഫിലേക്കായാലും മീനിലേക്കായാലും ഒക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത് നല്ല ടേസ്റ്റ് കേട്ടോ. ഓവർ വേണ്ട, ഇത്തിരി മതി. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബായ്.